ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരുന്ന നമ്മുടെ ഇന്നത്തേക്ക് വേണ്ടിയുള്ള ഡെയിലി ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ പ്രധാന റെസിസ്റ്റൻസ് 25,294 ആയിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ പ്രധാന സപ്പോർട്ട് എന്ന് പറയുന്നത് 25,159 ആയിരുന്നു. ഇന്നലെ 25,206 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 25,250, ഏതാണ്ട് 40-ലധികം പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ്. അവിടെ നിന്നും പെട്ടെന്ന് തന്നെ 25,275 എന്ന ലെവലിലേക്ക് നിഫ്റ്റി ഉയർന്നിരുന്നു. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവൽ 25,293-94 എന്ന ലെവലായിരുന്നു ആദ്യമായി രേഖപ്പെടുത്തിയിരുന്ന പ്രധാന റെസിസ്റ്റൻസ്. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, ഒരു ഗ്യാപ്പ് അപ്പ് ലഭിച്ചാൽ തീർച്ചയായും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഇന്നലെ ലോ സൈഡിൽ നിന്നും ബൈ ചെയ്തിരുന്നവർ തീർച്ചയായും ഈ ലെവലിൽ നിന്നും ഇതൊരു റെസിസ്റ്റൻസ് ആണ്. കഴിഞ്ഞ ദിവസം അത്രയും വലിയ ഒരു ഫോൾ ഉണ്ടായപ്പോൾ ഇവിടെ നിന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പ്രധാന റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് കരുതാനും ശ്രമിച്ചിട്ടുണ്ടാവാം. ആ നിലയ്ക്ക് അവർക്ക് ആദ്യം തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ആദ്യത്തെ 5 മിനിറ്റ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഒരു സെല്ലിംഗ് ക്യാൻഡിലാണ് വരുന്നത്. എന്നാൽ തുടർന്ന് വന്ന ക്യാൻഡലിനെ അതിന് മുകളിലോട്ട് പോകാനോ ഹോൾഡ് ചെയ്യാനോ കഴിയാതെ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തവർക്ക് വളരെ വേഗം തന്നെ ഒരു പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നും വീണ്ടും റിവേഴ്സൽ പാറ്റേൺ കാണിച്ചെങ്കിലും സെല്ലേഴ്സ് ആണ് അധികമെന്ന് നമുക്ക് ഇവിടെ പരിശോധിച്ചാൽ കാണാം. ഏറെ നേരം മാർക്കറ്റ് ഇവിടെ ഹോൾഡ് ചെയ്തു. എന്നാൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതി പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്തവർക്ക് തീർച്ചയായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിലോട്ട് ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ ലെവൽ കൃത്യമായും ഒരു സപ്പോർട്ടായി പ്രവർത്തിച്ചു. ഏറെ നേരം മാർക്കറ്റ് അവിടെ ഹോൾഡ് ചെയ്തിരുന്നു. കിട്ടിയ റിവേഴ്സലിനൊന്നും വീണ്ടും തുടർന്ന് ഒരു ഉയരം രേഖപ്പെടുത്താൻ കഴിയാതെ സെല്ലിംഗ് ആവുകയാണ് ചെയ്തത്. ആ നിലയ്ക്ക് ഇവിടെ നിന്നും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് ആയിരുന്നതുകൊണ്ട് പ്രീമിയം മെൽറ്റിംഗ് സാമാന്യം നല്ല രീതിയിൽ ഉണ്ടാകും. എന്നാൽ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ആവാൻ ശ്രമിച്ച് വീണ്ടും റീ എൻ്റർ ചെയ്യാൻ ഓരോ അപ്പ് വരുമ്പോഴും വീണ്ടും സെല്ലിംഗ് തന്നെ ഡയറക്ഷനായി ചൂസ് ചെയ്തവർക്ക് തീർച്ചയായും നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആദ്യത്തെ ഒരു മണിക്കൂർ 1.25 മണിക്കൂറിന് ശേഷമുള്ള മൂവ്മെന്റ് വളരെ വിരസമായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്ന് ഓപ്ഷൻ വീക്ക്ലി ക്ലോസിംഗ് ഡേ ആയതുകൊണ്ട് എങ്ങനെയാണ് ഓരോരുത്തരും ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. എന്നാലും രാവിലത്തെ ആദ്യത്തെ മണിക്കൂറുകളിൽ നല്ല ട്രേഡിംഗ് തന്നെ ലഭിച്ചിട്ടുണ്ട്. നല്ല പ്രോഫിറ്റ് പലരും ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് നോക്കാം. നാളെ ഈ വീക്കിലെ അവസാന ദിവസമാണ്, ഫ്രൈഡേ ആണ്. അപ്പോൾ എന്തായിരിക്കാം നമ്മുടെ ലെവലുകൾ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 25,144 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി കണക്കാക്കുന്നത്. എന്നാൽ ആദ്യമേ ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയി 25,306 എന്ന ലെവൽ തന്നെയാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി പല ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ആദ്യം ക്ലോസ് ചെയ്യുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സിലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സിലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്യുന്നു എന്ന് വന്നാൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് പോയേക്കാമെന്നാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഓരോ ഡിക്ലൈനുകളും അപ്പോൾ നൽകുന്ന സപ്പോർട്ട് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാലും പ്രൈസ് നാളത്തെ വാർത്തകൾക്ക് അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് ആ തരത്തിൽ ട്രേഡ് ചെയ്യാനേ അവിടെ അപ്വേർഡ് ഡയറക്ഷൻ സാധികമാകുള്ളൂ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇന്നത്തെ ഈ സപ്പോർട്ട് ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ലോ ആയ ഈ ലെവലിന് താഴോട്ട് ക്ലോസ് ആവുക എന്നതാണ് വേണ്ടത്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഒരു മൂവിൽ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ
വീണ്ടും പ്രൈസ് അല്പം കൂടി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 25,304, 997, 24,997, 24,963, 24,771 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അവിടെ പ്രധാന സപ്പോർട്ടായി കാണുന്നത് 24,851 എന്ന ലെവലാണ് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നാളത്തേക്കുള്ള നമ്മുടെ നിഫ്റ്റി ട്രേഡിംഗ് പ്ലാൻ. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മളുടെ നാളത്തേക്കുള്ള ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 51,440 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 51,693 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിനിടയിൽ ചെറിയ മൈനർ റെസിസ്റ്റൻസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 51,557, 51,638 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സിലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ നിന്ന് വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സിലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് വീണ്ടും ഈ ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് പോയേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 51,638, 693, 51,750 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. അപ്പോൾ ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട്, അതായത് ഈ ലെവൽ ഇന്നത്തെ ലോ ആണ്, ഈ ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം എന്നാണ് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 51,316, 51,258 എന്നിങ്ങനെ ചുവടെ ചേർത്തിരിക്കുന്ന ലെവലുകൾ നിങ്ങൾ കാണാമെന്ന് കരുതുന്നു. എന്നാൽ 51,050 എന്ന ലെവലാണ് പ്രധാന സപ്പോർട്ടായി ഞാൻ ഈ ഏരിയയിൽ പ്രതീക്ഷിക്കുന്നത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് തന്നെയാണ് കരുതുന്നത്. 51,316, 258, 156, 51,050 എന്ന ലെവലുകൾ. ഓക്കെ, അപ്പോൾ അടുത്തതായി സെൻസെക്സിൽ എന്താണ് നാളത്തേക്കുള്ള നമ്മുടെ ലെവലുകൾ നോക്കാം. 82,158 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി, അതായത് ഇന്നത്തെ ലോ തന്നെയാണ് ഓൾമോസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 82,634 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയും ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ ചില ചെറിയ റെസിസ്റ്റൻസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 82,329, 408, 498, 555 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സിലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സിലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട്, അതായത് ഈ ലെവലിലോട്ടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൈസ് വീണ്ടും അല്പം കൂടി അപ്വേർഡ് പോയേക്കാമെന്നാണ് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവ. എന്നാൽ പ്രധാന റെസിസ്റ്റൻസിന് മുകളിൽ കടന്നാൽ, ഇവിടെ രേഖപ്പെടുത്തിയവയ്ക്ക് മുകളിൽ കടന്നാൽ തുടർന്ന് ലഭിക്കാവുന്ന ലെവലുകൾ ഈ കാണുന്നവയാണ്. 82,687, 725, 829 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ, അതായത് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഈ ലെവലിലോട്ടൊക്കെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക.
അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 82,016, 81,832, 678, 575, 387 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. എന്നാൽ 81,152 എന്ന ലെവലാണ് പ്രധാന സപ്പോർട്ടായി ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നാളത്തേക്കുള്ള നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാൻ ഇതെൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന പ്ലാനാണ്. തീർച്ചയായും നിങ്ങൾക്കും ഉപയോഗിക്കാം, പക്ഷേ പൂർണ്ണമായും റിസ്ക് നിങ്ങളുടേതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ, പ്രയോജനകരമെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് നമ്മുടെ എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്